ഇത്തവണത്തെ പഴനി യാത്രക്കിടയിലാണ് അക്ഷരയുടെ മനസ്സിൽ KSRTC സ്നേഹം കയറിക്കൂടുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആനവണ്ടിയോടുള്ള സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല. +1 പഠനത്തിനിടയിലും KSRTCയെ സഹായിക്കാൻ സമയം കണ്ടെത്തുകയാണ് ഈ കൊട്ടാരക്കരക്കാരി. ബസ്സുകൾ കഴുകിയും സ്റ്റിക്കറുകൾ പതിപ്പിച്ചും ആനവണ്ടിക്കൊപ്പം തന്നെ അക്ഷരയുമുണ്ട്. ബസ് പ്രേമികളടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായതോടെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് പ്രവർത്തനങ്ങൾ. KSRTC ബസ്സിൽ കുടുംബത്തോടൊപ്പമുള്ള ഒരു പഴനി യാത്രയാണ് അക്ഷരയെ KSRTCയിലേക്ക് അടുപ്പിച്ചത്. അന്നത്തെ യാത്രയിൽ താൻ കുട്ടിയായിരുന്നപ്പോൾ യാത്രക്കാർക്ക് കണ്ടക്ടറിൽ നിന്ന് ലഭിച്ച സ്നേഹവും കരുതലുമാണ് KSRTCയോട് പ്രിയം വർദ്ധിപ്പിക്കാൻ കാരണമായത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTC ഞങ്ങൾ ഇത്ര ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ KSRTCയിൽ ഓരോരോ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ 2018 പ്രളയവും കോവിഡും എല്ലാം അതിന് KSRTCയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. അതുപോലെ ഒറ്റപ്പെട്ട റൂട്ടുകളും മറ്റു സ്വകാര്യ വാഹനങ്ങൾ പോലും സർവീസുകൾ ഇല്ലാത്ത ഒറ്റപ്പെട്ട റൂട്ടിലേക്ക് ഞങ്ങളുടെ ആവശ്യപ്രകാരം ഇപ്പം എൻ്റെ റൂട്ടായാൽ തന്നെ കുറുമ്പാലൂർ എന്ന് പറയുന്ന റൂട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരേ ഒരു ആശ്രയമാണ് ഞങ്ങളുടെ KSRTC. ആ ഒരു സർവീസ് മാത്രമുള്ള ആ റൂട്ടിലേക്ക്. അതുപോലെ തന്നെ ജീവനക്കാരാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ KSRTC കൊട്ടാരക്കരയിലെ ജീവനക്കാർ എന്ത് പറഞ്ഞാൽ തന്നെ നല്ല സപ്പോർട്ടാണ്. ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെ അവരത് ആ ഒരു രീതിക്ക് ഉൾക്കൊണ്ട് നമ്മളുടെ ഒപ്പം കൂടെ നിൽക്കുകയും ചെയ്യും. കൊട്ടാരക്കര KSRTC എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങൾ കൂടാതെ സംസ്ഥാന വ്യാപകമായ KSRTC വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അക്ഷരയ്ക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട്. ഞങ്ങള് ഇപ്പൊ എല്ലാ ജില്ലക്കാരും ഉണ്ട്. ഇപ്പൊ എന്നെ നിൽക്കത്തില്ല, എല്ലാ ജില്ലക്കാരും തമ്മിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് KSRTC കൊട്ടാരക്കര, പിന്നെ ആനക്കൂട്ടൂർ ഫ്രണ്ട്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ ഒരു ഗ്രൂപ്പ്. അപ്പൊ വണ്ടി ഏതൊക്കെ സമയത്ത് സ്റ്റോപ്പിൽ എത്തുന്ന അതൊക്കെ ആ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇടാം. അതുപോലെ തന്നെ അവർ ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ആയത്. സത്യം പറയുമെങ്കിൽ അവരെന്ന് പറഞ്ഞവര് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും അവർ ആ രീതി ഉൾക്കൊണ്ട് അതിനുള്ളൊരു എപ്പോ വിളിച്ചാലും അവര് നല്ല ആക്റ്റീവ് ആയിരിക്കും. നമ്മളുടെ എന്ത് പ്രശ്നത്തിനും കൂടെ നിൽക്കും. KSRTCയിലുള്ള എന്ത് കാര്യം ചോദിച്ചാലും ഒരു മുഷവും ഇല്ലാതെ ഏത് തിരക്കിനിടയിൽ അവർ ഞങ്ങളെ സഹായിക്കും, എല്ലാം പറയും. ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ പറ്റിയത്. KSRTC ബസ്സുകളോടുള്ള അക്ഷരയുടെ പ്രിയം വീട്ടുകാരും തിരിച്ചറിഞ്ഞതോടെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു. തന്റെ നാട്ടിലേക്കുള്ള ആനക്കൊട്ടൂർ കൊട്ടാരക്കര ഓർഡിനറി ബസ്സാണ് അക്ഷരയും കൂട്ടുകാരും ചേർന്ന് കഴുകി വൃത്തിയാക്കുന്നത്. എല്ലാ ദിവസവും ബസ് സർവീസ് ആരംഭിക്കുമ്പോൾ മാലയിടുകയും ഗ്ലാസ് തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അക്ഷരയും കൂട്ടുകാരുമാണെന്ന് ബസ് ഡ്രൈവർ പറയുന്നു. ഈ വണ്ടിയെല്ലാം നല്ല ഇടയ്ക്ക് വൃത്തിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റിബണും ബലൂണും ഒക്കെ മറ്റേ ആ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മോശമാകുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്ന് മാറി അത് ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇത് പോകുമ്പോൾ ഇവരുടെ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് എൻ്റെ ഉൾപ്പെടെ വീഡിയോ എടുക്കുകയും അത് വാച്ച് ചെയ്യും. അത് ക്ലീനാണെന്ന് ബസ് ഇടയ്ക്ക് ക്ലീനാണെന്നൊക്കെ വന്ന് നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മിക്ക സമയങ്ങളിൽ ഈ മോള് ഈ ബസ്സിലാണ്, ഈ ബസ്സിന്റെ കൂടെയാണ് ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ. ഇപ്പൊ മോൾക്ക് സങ്കടമുണ്ട്. എത്രയാണ് നമ്പർ? എത്രയുടെ മോള്? 186 എന്ന് പറഞ്ഞൊരു വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതും മോളുടെ ഫാൻസിലുള്ള ഇതാണ്, ഇതിന്റെ ഫാൻസ്. അപ്പൊ എല്ലാ ദിവസവും ആ വണ്ടിയെ പറ്റിയാണ് അന്വേഷിക്കുന്നത്, വന്നാ സാറേ എന്ന്. അപ്പൊ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മോള് എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഇതിന്റെ ഒരു വീഡിയോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് പിടിക്കും. പുത്തൂർ ആനക്കുട്ടൂർ റൂട്ടിലോടുന്ന ഈ ഓർഡിനറി ബസ്സിലെ സ്ഥിരം യാത്രക്കാരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള നവമാധ്യമ കൂട്ടായ്മയും സജീവമാണ്. പഠനം കഴിഞ്ഞ് KSRTCയിൽ തന്നെ സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അക്ഷരയ്ക്കും കൂട്ടുകാർക്കും. സമകാലിക മലയാളം, കൊല്ലം.